അസ്വതന്ത്ര ഭാരതം കണ്ട വളരെ വലിയ ഒരു പത്രപ്രവർത്തകന്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥം കറൻറ്റ് വീക്ക്ലിയുടെ പത്രാധിപര്, ഞാൻ കറൻറ്റ് വീക്ക്ലിയും പതിവായി വായിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. അതിലൊരു പുസ്തകത്തിൻ്റെ പേര് ഐ ഹാവ് ഷെഡ് മൈ ടീയേഴ്സ് എന്നാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഞാനും പറയുന്നു, ഐ ടു ഹാവ് ഷെഡ് മൈ ടീയേഴ്സ്. ഞാനും കണ്ണീർ വാർത്തിട്ടുണ്ട്. ഓരോന്നും എടുത്തെടുത്ത് പറയുവാൻ ഞാൻ അശക്തനാണ്. പക്ഷേ ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ള വലിയ ബിംബങ്ങളൊക്കെ ഉടഞ്ഞു വീണിരിക്കുന്നു. പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പറയാനില്ല. ഈ അമ്മ സംഘടന തന്നെ ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മോഹൻലാൽ അടക്കമുള്ള വൻ താരങ്ങളടക്കം സ്വയമേ ഒഴിഞ്ഞു പോവുകയാണ്. ഇതൊക്കെ എത്രയോ മുമ്പേ വേണ്ടതായിരുന്നില്ലേ? അവർ താര ഷോ സംഘടിപ്പിക്കുക, ചില്ലറ സൗകര്യങ്ങൾ, മാസവേതനങ്ങൾ ദരിദ്രരായ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്തു വന്നിരുന്നത് മുമ്പ്. പക്ഷേ ഇതിൻ്റെയൊക്കെ മറവിൽ അവർ ചെയ്തത് വളരെ സങ്കടകരമായ പ്രവൃത്തികളല്ലേ ഇപ്പോഴോരോന്നായി പുറത്തു വന്നിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ടേ ഇല്ലല്ലോ. ഇതറിഞ്ഞ ഭാവം തന്നെ വന്നത് ഇപ്പോഴല്ലേ? ഇങ്ങനെ ഒരു സംഘടനയെ കൊണ്ട് തന്നെ എന്താണ് ഒരു ഉപകാരം എന്ന് നാം ഇപ്പോൾ സ്വയം ചോദിച്ചു പോകുന്നില്ലേ? വാസ്തവത്തിൽ ഈ ആരോപണം വരുന്ന സാഹചര്യത്തിൽ പോലും ഈ സിനിമയുടെ കമ്മിറ്റികളിലൊക്കെ മുകേഷ് അംഗമായി സർക്കാർ തന്നെ വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ മുകേഷിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM ഒരു പുനർചിന്തനം നടത്തേണ്ടതല്ലേ? തീർച്ചയായും നടത്തേണ്ടതാണ്. അദ്ദേഹത്തെ നയരൂപീകരണ കമ്മിറ്റിയിൽ ഇപ്പോഴും വെച്ചിരിക്കുകയാണ് അല്ലേ? എന്തിനാന്ന് എനിക്കറിയില്ല, എന്ത് മെച്ചമാണ് എനിക്കെന്നറിയില്ല. അതിനു മുമ്പേ മറ്റൊന്ന് ഞാൻ പറയാം. ഹേമ കമ്മീഷൻ അല്ലാതെ ഹേമ കമ്മിറ്റിയാണ് വെച്ചത്. കമ്മിറ്റി വളരെ ശക്തിയുള്ള ഒരു ഏർപ്പാടല്ല. കമ്മീഷൻ ആയിരുന്നുവെങ്കിൽ അവർക്ക് വളരെയധികം ബലമുള്ളതാണ്. അവർക്ക് പല നടപടികളും കോടതിയോടോ മറ്റൊരാളോടോ ചോദിക്കാതെ സ്വയമേവ എടുക്കാൻ കഴിയുമായിരുന്നു. അത് ചെയ്തില്ല. ദാറ്റ് വാസ് ദ ഒറിജിനൽ സിൻ. നിങ്ങളുടെ അഭിപ്രായത്തിൽ മുകേഷിനെ പാർട്ടി രാജിവെപ്പിച്ച് മാതൃക കാണിക്കണം എന്ന അഭിപ്രായം? ഒരു സംശയവുമില്ല, രാജിവെപ്പിക്കണം. മുകേഷിനോടുള്ള സ്നേഹബഹുമാനം നിലനിർത്തി ഞാൻ പറയുന്നു. അതിനൊന്നും ഇടവരുത്താതെ അദ്ദേഹം സ്വയം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഈ ഹേമ കമ്മിറ്റി ഇത്രയും വർഷം പൂഴ്ത്തിവെച്ചു. ഇപ്പോഴാണത് പുറത്തു വരാൻ, പാർഷ്യലിയാണ് പുറത്തു വരുന്നത്. പക്ഷേ സർക്കാർ ഇത്തരമൊരു കമ്മിറ്റിയെ വെച്ചിട്ട് ഇത്രയും വർഷം ഇത് പൂഴ്ത്തിവെച്ചു. അടയിരിക്കുക എന്നാണ് ആളുകൾ പറയുന്നത്. ഞാനും ആ പദം തന്നെ പറയാം. മോശമാണ്, വളരെ മോശമാണ്. പിന്നെ ഇന്ന് വരെ കുറേ ഭാഗങ്ങൾ ഗവൺമെൻറ് പുറത്ത് വിട്ടിട്ടില്ല. ഇന്ന് വരെ അതിലെ ഇതൊക്കെ ദൈവങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് പറയാനും കഴിയില്ല അല്ലേ? ഇനിയും എത്രയോ ആളുകൾ വരാനുണ്ട് എന്നാണ് നാം ഊഹിക്കേണ്ടത്. ഊഹിക്കുന്നത് നല്ല പ്രവൃത്തിയല്ല. അതിനിടവരുത്താതെ എല്ലാ കാർഡുകളും മേശപ്പുറത്തിടുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഞാൻ എത്രയോ ദശകങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ എൻ്റെ 18ാം വയസ്സിലായിരിക്കാം, വായിച്ച ഒരു പുസ്തകമുണ്ട്, ഒരു ഫ്രഞ്ച് നോവൽ, മദാം ബോവറി. അതിലൊരു വാചകം അന്നേ എൻ്റെ മനസ്സിൽ പതിഞ്ഞിന്: ഡോണ്ട് ടച്ച് യുവർ ഐഡൽസ്, ദ ഗിൽറ്റ് വിൽ സ്റ്റിക്ക് ടു യുവർ ഫിംഗേഴ്സ്. നിന്റെ ബിംബങ്ങളെ നീ തുടരുത്. കാരണം അത് സ്വർണമല്ല, പൂച്ചാണ്. തൊട്ടാൽ ആ പൂച്ച നിന്റെ കയ്യിലേക്ക് വരും, ഉള്ളിലുള്ളത് നിനക്ക് കാണാൻ കഴിയും. ഡോണ്ട് ടച്ച് യുവർ ഐഡൽസ്. ശരിയല്ലേ? നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ബിംബങ്ങളല്ലേ ഇത്? പൊന്നല്ല, ഈയമാണ്, അല്ലെങ്കിൽ ചെമ്പാണ്
എന്ന് നാം മനസ്സിലാക്കുന്നത്. ഇത് നിത്യേന ഉടഞ്ഞു വീഴുകയല്ലേ. ഞാൻ ദുഃഖിതനാണ്. കരകൈയുടെ വാചകം ഓർമ്മിക്കുക, ഐ ടു ഹാവ് ഷെഡ് മൈ ടീയേഴ്സ്. ഇതിലിപ്പോൾ പരാതികളും അമ്മയ്ക്ക് കിട്ടിയിട്ട് നടപടിയില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. വാസ്തവത്തിൽ മോഹൻലാൽ അടക്കമുള്ള വലിയ താരങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ ഈ പരാതികൾ ഒക്കെ എന്തുകൊണ്ട് നടപടിയിലേക്ക് പോയില്ല? അത് ഞാനോ നിങ്ങളോ അല്ലല്ലോ, ചെയ്യേണ്ടത് അവരല്ലേ. അവരെ കുറിച്ചിട്ടാണല്ലോ അവലാതി വരുന്നത്. അവർ ചെയ്യുമോ? അവർ ചെയ്യും. ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. ഇത്രയെങ്കിലും ഇപ്പോൾ ഒടുവിൽ പുറത്ത് വിടാൻ പറഞ്ഞിട്ടുള്ള, അത് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത്, അതിൻ്റെ അകത്ത് നിന്ന് തന്നെ കുറേ കടലാസുകൾ അമുക്കി വെച്ചില്ലേ. എന്തിനിത്? എന്തിന്? ആരെയാണ് സർക്കാർ സംരക്ഷിക്കുന്നത്? ഈ റിപ്പോർട്ട് വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചു. പിന്നെ അതിലെ ഇപ്പം മുകേഷ് അടക്കമുള്ളവർക്കെതിരെ നടപടി വരുന്നില്ല. ഇടയ്ക്ക് പറയുന്നുണ്ട് ഇരയുടെ കൂടെയാണെന്ന്. ആണോ? ഇരയുടെ കൂടെയാണോ?